എല്ലാവർക്കും ഇന്നത്തെ ഈ വിശകലനത്തിലേക്ക് വലിയൊരു സ്വാഗതം. അളവുകൾക്കൊരു പൊതുഭാഷയില്ലാത്തൊരു ലോകത്തെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു രാജ്യത്തെ ശാസ്ത്രജ്ഞർ മീറ്ററിലും മറ്റൊരു രാജ്യത്തുള്ളവർ അടിയിലുമാണ് അളക്കുന്നതെങ്കിൽ നമ്മൾ എങ്ങനെ ഒരു അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം നിർമ്മിക്കും? എന്ത് ചെയ്താലും കണക്കുകൾ തെറ്റിപ്പോകില്ലേ? ഇങ്ങനെയുള്ള ആശയക്കുഴപ്പങ്ങൾ ഒഴിവാക്കാൻ ലോകത്തിന് മുഴുവൻ മനസ്സിലാകുന്ന ഒരു പൊതുഭാഷ ആവശ്യമാണ്. അതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്, പ്രപഞ്ചത്തിന്റെ പൊതുഭാഷയായ SI സിസ്റ്റം. ഇന്ന് നമ്മൾ പ്രധാനമായും 5 കാര്യങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. 1. SI സിസ്റ്റം വരുന്നതിന് മുമ്പുള്ള ആശയക്കുഴപ്പങ്ങൾ എന്തൊക്കെയായിരുന്നു? 2. SI സിസ്റ്റം എന്താണെന്ന് പരിചയപ്പെടാം. 3. ഇതിലെ 7 അടിസ്ഥാന യൂണിറ്റുകൾ. 4. സപ്ലിമെന്ററി യൂണിറ്റുകൾ. ഒടുവിൽ 5-മതായി ഈ സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ ഗുണമായ ദശാംശ വ്യവസ്ഥയെക്കുറിച്ചും നമ്മൾ നോക്കും. നമുക്ക് തുടങ്ങാം. ഒന്നാമതായി SIക്ക് മുമ്പുള്ള ആശയക്കുഴപ്പങ്ങൾ. നമുക്ക് ഇതിലേക്ക് കടക്കാം. മുമ്പ് ലോകം എത്രത്തോളം വിഭജിക്കപ്പെട്ടിരുന്നു എന്ന് നോക്കൂ. നീളം, പിണ്ഡം, സമയം എന്നിവ അളക്കാൻ പ്രധാനമായും 3 വ്യത്യസ്ത സിസ്റ്റങ്ങളുണ്ടായിരുന്നു. CGS സിസ്റ്റത്തിൽ സെന്റിമീറ്റർ, ഗ്രാം, സെക്കൻഡ് എന്നിവ ഉപയോഗിച്ചപ്പോൾ ബ്രിട്ടീഷുകാരുടെ FPS സിസ്റ്റത്തിൽ അത് ഫൂട്ട് അഥവാ അടി, പൗണ്ട്, സെക്കൻഡ് എന്നായി മാറി. ഇതിനു പുറമെ മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ് എന്നിവ ഉൾപ്പെട്ട MKS സിസ്റ്റവും ഉണ്ടായിരുന്നു. സത്യത്തിൽ ഇതൊരു ഭ്രാന്തനവസ്ഥയായിരുന്നില്ലേ? ഈ വ്യത്യാസങ്ങൾ അന്താരാഷ്ട്ര തലത്തിലുള്ള ശാസ്ത്ര പരീക്ഷണങ്ങളെയും വ്യാപാരങ്ങളെയും വളരെ സങ്കീർണമാക്കി മാറ്റി. രണ്ടാമതായി, ഈ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം. SI സിസ്റ്റത്തെ പരിചയപ്പെടാം. ഈ വലിയ പ്രശ്നത്തിന് ലോകം കണ്ടെത്തിയ കിടിലൻ പരിഹാരമാണ് SI സിസ്റ്റം. ഇതൊരു ഫ്രഞ്ച് പദമാണ്. സിസ്റ്റം ഇന്റർനാഷണൽ ഡി യൂണിറ്റ്സ് എന്നതിന്റെ ചുരുക്കപ്പേരാണ് SI. പേര് ഫ്രഞ്ചിലാണെങ്കിലും സംഗതി ഗ്ലോബലാണ് കേട്ടോ. ഇന്ന് ലോകമെമ്പാടുമുള്ള ശാസ്ത്ര, സാങ്കേതിക, വാണിജ്യ മേഖലകളിൽ ഉപയോഗിക്കുന്നത് എല്ലാവരും അംഗീകരിച്ച ഈ ഒരൊറ്റ സിസ്റ്റമാണ്. ഇതിന്റെ ചരിത്രം നോക്കിയാൽ 1971 മുമ്പ് വലിയൊരു അരാജകത്വമായിരുന്നു. ആ വർഷമാണ് ഇന്റർനാഷണൽ ബ്യൂറോ ഓഫ് വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് അഥവാ BIPM ഈ SI വ്യവസ്ഥ ചിട്ടപ്പെടുത്തിയത്. എന്നാൽ ശാസ്ത്രം അവിടെ നിൽക്കില്ലല്ലോ. നമ്മുടെ സാങ്കേതികവിദ്യ വളരുന്നതിനനുസരിച്ച് അളവുകളിലും മാറ്റം വേണം. അങ്ങനെ കൂടുതൽ കൃത്യത ഉറപ്പാക്കാൻ 2018 നവംബറിൽ ജനറൽ കോൺഫറൻസ് ഓൺ വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് ഈ നിർവചനങ്ങളെല്ലാം വളരെ കൃത്യതയോടെ ഒന്നുകൂടി പരിഷ്കരിച്ചു. മൂന്നാമതായി, പ്രപഞ്ചത്തെ മുഴുവൻ അളക്കാൻ കഴിയുന്ന ആ സൂപ്പർസ്റ്റാറുകൾ, 7 അടിസ്ഥാന യൂണിറ്റുകൾ. ഈ കാണുന്ന 7 അളവുകൾ ശരിക്കും പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന നിർമ്മാണ ബ്ലോക്കുകളാണ്. നിങ്ങൾക്കറിയാമോ, മറ്റേത് ഭൗതിക അളവുകളും ഈ 7 അടിസ്ഥാന യൂണിറ്റുകളുടെ കോമ്പിനേഷനിൽ നിന്നാണുണ്ടാകുന്നത്. നീളത്തിന് മീറ്റർ, പിണ്ഡത്തിന് കിലോഗ്രാം, സമയത്തിന് സെക്കൻഡ്, കറണ്ടിന് ആംപിയർ, താപനിലയ്ക്ക് കെൽവിൻ, പദാർത്ഥങ്ങളുടെ അളവിന് മോള്, പിന്നെ പ്രകാശത്തിന്റെ തീവ്രതയ്ക്ക് കാൻഡില. ഇത് വെച്ചാണ് നമ്മൾ എന്തിനേയും അളക്കുന്നത്. ഇനി ഒരു മീറ്റർ എന്നത് എത്രയാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? 299,92,458. ഈ വലിയ സംഖ്യ വെറുമൊരു അക്കമല്ല കേട്ടോ. ശൂന്യതയിലൂടെ പ്രകാശം 1 സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ദൂരമാണിത്. അതായത് 1 മീറ്റർ എന്നത് കൃത്യമായി നിർവചിക്കപ്പെട്ടിരിക്കുന്നത് പ്രകാശവേഗതയുടെ ഈ സ്ഥിരമായ മൂല്യത്തെ അടിസ്ഥാനമാക്കിയാണ്. എത്ര ഗംഭീരമാണല്ലേ അത്! അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാര്യം കിലോഗ്രാമിന്റെ നിർവചനമാണ്. പണ്ട് പാരീസിലെ ഒരു ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന ലോഹക്കട്ടയായിരുന്നു 1 കിലോഗ്രാം എന്ന് നമ്മളിൽ പലരും പഠിച്ചിട്ടുണ്ടാകും. എന്നാൽ ഇന്നങ്ങനെയല്ല. ആധുനിക ഭൗതികശാസ്ത്രത്തിലെ ഒരു മാസ്റ്റർപീസായ പ്ലാങ്ക് സ്ഥിരാങ്കം അഥവാ പ്ലാങ്ക് കോൺസ്റ്റന്റ് ഉപയോഗിച്ചാണ് ഇന്ന് കിലോഗ്രാം നിർവചിക്കപ്പെട്ടിരിക്കുന്നത്. യാതൊരു മാറ്റവുമില്ലാത്ത ഒരു പ്രപഞ്ച സത്യത്തിലേക്ക് ഭാരത്തെ ബന്ധിപ്പിച്ചിരിക്കുകയാണിവിടെ. സമയത്തിന്റെ കാര്യവും ഇതുപോലെ തന്നെയാണ്. 1 സെക്കൻഡ് എന്ന് പറയുന്നത് 9 ബില്യണിലധികം വരുന്നൊരു സംഖ്യയാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? കൃത്യമായി പറഞ്ഞാൽ Cesium-133 എന്ന ആറ്റത്തിന്റെ അടിസ്ഥാന അവസ്ഥയിലുള്ള ട്രാൻസിഷൻ ഫ്രീക്വൻസിയാണിത്. ഈ കൃത്യമായ ആന്തോളനങ്ങളെ അടിസ്ഥാനമാക്കിയാണ് 1 സെക്കൻഡ് എത്രയാണെന്ന് നമ്മൾ അളക്കുന്നത്. ഇത് സമയത്തിന്റെ അളവെടുപ്പിൽ വലിയൊരു വിപ്ലവം തന്നെയാണ് കൊണ്ടുവന്നത്. സമാനമായി ബാക്കിയുള്ള 4 യൂണിറ്റുകളും പ്രപഞ്ചത്തിലെ മാറാത്ത സ്ഥിരാങ്കങ്ങളെ അടിസ്ഥാനമാക്കിയാണ് നിർവചിച്ചിട്ടുള്ളത്. ആംപിയർ ഇലക്ട്രോണിന്റെ ചാർജിനെയും കെൽവിൻ ബോൾസ്മാൻ സ്ഥിരാങ്കത്തെയും ആശ്രയിക്കുന്നു. ഒരു മോൾ എന്നത് നമ്മൾ കെമിസ്ട്രിയിൽ പഠിക്കുന്ന ആ പ്രസിദ്ധമായ അവഗാഡ്രോ നമ്പർ തന്നെയാണ്. അതുപോലെ കാൻഡല പ്രകാശവികിരണത്തിന്റെ തീവ്രതയും സൂചിപ്പിക്കുന്നു. ഈ യൂണിറ്റുകളൊന്നും ഇനി കാലപ്പഴക്കം കൊണ്ടോ മറ്റു സാഹചര്യങ്ങൾ കൊണ്ടോ മാറ്റം വരാത്ത പ്രപഞ്ച സത്യങ്ങളായി മാറിയിരിക്കുന്നു. നാലാമതായി നമുക്ക് സപ്ലിമെന്ററി യൂണിറ്റുകളിലേക്ക് കടക്കാം. ഡൈമെൻഷൻ ഇല്ലാത്ത അളവുകളെയാണ് നമ്മൾ സപ്ലിമെന്ററി യൂണിറ്റുകൾ എന്ന് വിളിക്കുന്നത്. കോണുകൾ അഥവാ ആംഗിൾസ് അളക്കാനാണ് പ്രധാനമായും ഇത് ഉപയോഗിക്കുന്നത്. ഒരു ദ്വിമാന പ്രതലത്തിലെ അഥവാ 2D പ്ലെയിനിലെ കോണുകൾ അളക്കാൻ നമ്മൾ റേഡിയൻ ഉപയോഗിക്കുന്നു. എന്നാൽ ത്രിമാന തലത്തിലുള്ള അതായത് 3D ഖരകോണുകൾ അളക്കാൻ സ്റ്റെറേഡിയൻ എന്ന യൂണിറ്റാണ് ഉപയോഗിക്കുന്നത്.
ഇതിൽ നിന്നും എന്ത് അളക്കാനും SI സിസ്റ്റത്തിൽ കൃത്യമായൊരു ടൂൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അഞ്ചാമതായി, എന്തുകൊണ്ടാണ് ഈ സിസ്റ്റം ഇത്ര മികച്ചതാകുന്നത്? അതാണ് ദശാംശ വ്യവസ്ഥയുടെ ഗുണങ്ങൾ. SI സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്നറിയാമോ? അതിന്റെ വളരെ ലളിതമായ ദശാംശ വ്യവസ്ഥയാണ്. അതായത് ഇത് പൂർണ്ണമായും ബേസ് 10 അഥവാ 10ന്റെ ഗുണിതങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. പഴയ സിസ്റ്റങ്ങളിലെ സങ്കീർണമായ കണക്കോട്ടലുകളെല്ലാം ഇത് ഇല്ലാതാക്കുന്നു. ഒരു യൂണിറ്റിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റാൻ, ഉദാഹരണത്തിന് മീറ്ററിൽ നിന്ന് കിലോമീറ്ററിലേക്ക് മാറ്റാൻ ഡെസിമൽ പോയിന്റ് ഒന്ന് നീക്കിയാൽ മാത്രം മതി. വിദ്യാർത്ഥികൾ മുതൽ റോക്കറ്റ് സയന്റിസ്റ്റുകൾക്ക് വരെ ഈ സിസ്റ്റം ഒരു വലിയ അനുഗ്രഹമാണ്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഈ വിശകലനം ഇവിടെ പൂർണ്ണമാവുകയാണ്. എന്നാൽ അവസാനമായി നിങ്ങൾക്ക് ചിന്തിക്കാനൊരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. മനുഷ്യന്റെ സാങ്കേതിക വിദ്യ കൂടുതൽ വികസിക്കുകയും നമ്മൾ പ്രപഞ്ചത്തിന്റെ ആഴങ്ങളിലേക്കും വളരെ സൂക്ഷ്മമായ ക്വാണ്ടം ലോകത്തേക്കും കൂടുതൽ സഞ്ചരിക്കുകയും ചെയ്യുമ്പോൾ ഈ പ്രപഞ്ചത്തെ അളക്കാൻ ഭാവിയിൽ ഒരു 8ാമത്തെ അടിസ്ഥാന യൂണിറ്റ് നമുക്ക് ആവശ്യമായി വരുമോ? ശാസ്ത്രം എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. അതുകൊണ്ടുതന്നെ അളവുകളുടെ ഭാവി എന്തത്ഭുതങ്ങളാണ് ഒളിപ്പിച്ചു വച്ചിരിക്കുന്നതെന്ന് ആർക്കറിയാം? ഇതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. പുതിയൊരു